ഓം ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി നമുക്ക് കാണാം. നമ്മൾ ആദ്യ കാര്യങ്ങളിൽ പഠിച്ച സ്റ്റെപ്സ്, അതായത് വളരെ സിമ്പിൾ ഈസി സ്റ്റെപ്സ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു പുതിയ തിരുവാതിരക്കളി, ഒരു പുതിയ തിരുവാതിരയുടെ തുടക്കം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 2 പേരെ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിരുന്നു. അവർ പറഞ്ഞു നമുക്ക് സിമ്പിൾ സ്റ്റെപ്സ് ആയിട്ട് ഒരു ചെറിയൊരു ഡാൻസ് അങ്ങനെ ചെയ്ത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അവർക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ടാണ്. അപ്പോൾ അവർ പല ദൂരെയുള്ളവരാണ്, അവർക്കിപ്പോൾ ഇവിടെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അവർക്ക് ഉപകാരപ്പെടും. അതുപോലെയുള്ള അങ്ങനെ ഒട്ടും പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്തവർക്കും ചോദിച്ചു. അവർ എൻ്റെ ഇത് ഫോളോ ചെയ്യുന്നവരാണ്, എങ്കിലും അവർക്ക് തനിയെ അങ്ങനെ ഇട്ട് ചെയ്യാൻ അറിയില്ലായിരിക്കാം. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഓണത്തിന് ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളതാണ് പറ്റുന്നത്. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്, ഒരു പഴയ പാട്ട് തന്നെയാണ്. കണ്ടു. നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് എന്ന് പറയാൻ നോക്കില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്. അപ്പം അത് നമുക്ക് എടുത്തിട്ട് പാട്ടിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ പഠിച്ച സ്റ്റെപ്പാണ്, എങ്കിലും ഒന്ന് ഒരു റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ശരി, ഞാൻ പുതിയ സ്റ്റെപ്പ് എടുത്ത് ചെയ്യാം. ആദ്യം നമ്മൾ വലതുകാലം ഇടത്തോട്ട് ചെയ്യണം, അറിയാമല്ലോ അല്ലേ? 1 2 3 4 5 6 7 8. ഇതാണ് സ്റ്റെപ്പ്. 1 2 3 4 5 6 7 8. അപ്പം കാലം നമ്മളിങ്ങോട്ട് നിരക്കി കൊണ്ടുപോയി. മനസ്സിലായോ? ചെയ്ത് നോക്കാലോ? ചെയ്യും, നോക്കാം. അടുത്ത സ്റ്റെപ്പ് നന്നായിട്ട് അറിയാലോ അല്ലേ? ചെയ്ത് നോക്കട്ടെ. 1 2 3 4 1. ഇനി ഇങ്ങോട്ടാണ്. 1 2 3 4. ഒന്നും കൂടെ. 1 അങ്ങോട്ട് തിരിച്ച്, അങ്ങോട്ടാണ്. ഇങ്ങേറ്റത്ത് നിൽക്കുന്ന ആൾ അങ്ങോട്ട് ചെയ്യണം. ഫസ്റ്റ് 1. റെഡി. 1 2 3 4. ഇനി ഇങ്ങോട്ടാണ്. 1 2 3 4. ഓക്കെ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ്, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഇത് തെറ്റിച്ച് അടിയുള്ളൂ. ഇനി നമുക്ക് കൈയും കാലും കൂടെ ചേർത്ത് ചെയ്യണത് അറിയാം. എന്നാലും ഒന്ന് കാണിച്ചേക്കാം എൻ്റെ ഒരു സമാധാനത്തിന്. 1 2 3 4 5 6 7 8. ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ നന്നായിട്ടല്ലേ? നമുക്ക് നോക്കാം. 1 2 3 4 1 2 3 4. ഒരാൾ കൈ മടക്കിയില്ലെന്നല്ല, ഇങ്ങനെ ഇടുന്നില്ല. അതിന് പകരം ഇവിടെ വെച്ചു. ഈ അറ്റത്ത് നിൽക്കുന്ന ആളെ, ആഷ് കളർ ഉടുപ്പിട്ട ആള്, ഒന്നും പഠിച്ച പേര് പറയുന്നില്ല. ശരി, ഉടുപ്പ് നോക്കുക, ഇതാണോ കളർന്ന്? അതെ. കറുപ്പല്ല, ഞാൻ പറഞ്ഞ അറ്റത്ത് നിൽക്കുന്ന ആഷ് എന്ന് പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു. ചെയ്യോ? അല്ല, അവിടെ റെഡ് ഉണ്ട്. റെഡ് അല്ല, ആഷ്. ഓക്കെ. നമുക്ക് ചെയ്ത് നോക്കാം. റെഡി. 1 2 3 4 1 2. കൈ 3 4. ആ കൈ എന്തിനാണ് വയറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണത്? അങ്ങോട്ട് നോക്കണ്ട, താങ്കൾ തന്നെ. അത് തന്നെ. അവനവൻ തന്നെ. കൈ എന്തിനാ അല്ല തൂക്കിയിടുന്ന കൈ വയറിൻ്റെ അടുത്തോട്ട് പോരരുത്. കൈ നമ്മുടെ ആ സൈഡിൽ തന്നെ വരണം. ഒന്നും കൂടെ ചെയ്യാം. റെഡി. 1 2 3 4 1 2 3 4. നന്നായിട്ട് മനസ്സിലായില്ല? ഇതൊക്കെ പഠിച്ച സ്റ്റെപ്പാണ് നമ്മൾ കേട്ടോ. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് നോക്കാം. അതിങ്ങനെയാണ്. 1 2 3 4 5 6 7 8. നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണല്ലേ? ഇപ്പിളിക്കാർ ചെയ്താണെന്നില്ലായിരിക്കും. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പ്. ആദ്യം വന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് 1 2 3 4 5 6 7 8. ഇതാണ് സ്റ്റെപ്പ്. അറിയാലോ? അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത് ഇപ്പം എടുത്തില്ലേ, ആ സ്റ്റെപ്പ് ചവിട്ടണേ. ചവിട്ടും.
1 2 പൂറ്റി 3 4 മറ്റേ കാലം 5 6 7 8 തെറ്റിച്ചല്ലോ. ഒന്നും കൂടെ 1 2 3 4 5 6 7 8 ഒന്നും കൂടെ ചോട്ടണേ. 1 2 3 4 5 6 7 8. ഒരാൾ കാൽ ദൂരെ വെച്ചില്ലല്ലോ, സംശയിച്ചു നിന്നു അവിടെ. ഒന്നും കൂടെ 1 2 3 4 5 6 7 8. സംശയിക്കേണ്ട, നിങ്ങൾ ചെയ്യണത് കറക്റ്റാണ്. അനാവശ്യമായിട്ടുള്ള സംശയമാണത്. ഇനി നമുക്കിതിൻ്റെ കൈ എടുത്തു തരാം. ഇനി ഇതിൻ്റെ കൈ പറഞ്ഞു തരാം. 1 2 3 4 5 6 7 8. ഇതാണ് 1 2 3 4 5 6 7 8. മനസ്സിലായാലും നന്നായിട്ട്? ശരി. 1 2 3 4 5 6 7 8. ഒന്നുകൂടെ ചെറിയൊരു കുടുക്കം ഒരാൾക്ക്. കുടുങ്ങാതെ ചെയ്യണേ. ഒന്ന് താഴ്ന്ന് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞോളൂ. ചെയ്യാം. 1 2 പോട്ടെ 3 4 മറ്റേ കാല് 5 6 7 8. ഒരാൾ പൂ 1 2 3 4 5 6 7 8. കറക്റ്റ്. ഞാൻ പാട്ട് പാടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് പാട്ട്. അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ. മനസ്സിലായി? അപ്പം നമ്മൾ അങ്ങോട്ട് ചെരിഞ്ഞു, നേരെ വന്നു, പിന്നെ കൂടി ചെരിഞ്ഞു. ഒന്നും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ. മനസ്സിലായ? ചെയ്തു. റെഡി? ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ. കൈ ഇങ്ങനെ പോണം. ഒന്നുകൂടെ കൈ ഇവിടെ ഇങ്ങനെ തന്നെ പോണം. നമ്മളിങ്ങനെ ഇങ്ങനെ പോട്ടെ. അപ്പം അങ്ങനെ ഇങ്ങനെ പോകരുത്. കൈ ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ. മനസ്സിലായ? അപ്പം അങ്ങനെ ഒരു ഭംഗിയുണ്ട് കൈക്ക്. ചെയ്യാം. അങ്ങനെ ഞാൻ അങ്ങു താഴ്ന്നില്ല, താഴ്ന്ന് ചെയ്യണമല്ല, താഴ്ന്നണം. അനാവശ്യമായിട്ടുള്ള ഈ ഒരു സ്പ്രിംഗ് ആക്ഷൻ പാടില്ല. തിരുവാതിരയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ സ്പ്രിംഗ് ആക്ഷൻ പാടില്ല. പക്ഷെ നമ്മൾ താഴണം, നന്നായി താഴണം. ഭംഗിയുള്ളൂ. ചിരിച്ച് ചെയ്തോളൂ. അറിയാവുന്ന സ്റ്റെപ്പാണ്. കയ്യും ഒക്കെ ചെയ്തോളൂ. പാട്ട് മാത്രം പാടിയേ ഉള്ളൂ. ചെയ്യാം. അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ. പിടിക്കണ്ട, അതൊക്കെ പിടിക്കണ്ട. പെട്ടെന്ന് എടുക്കുന്നു. അതായത് അപ്പൊ അത് കേൾക്കണേ. ചെയ്യണ്ട. അങ്ങനെ ഞാൻ അങ്ങു പോവതിങ്ങനെ പോണം. അങ്ങനെ എടുക്കരുത്. ഇങ്ങനെ അവിടെ ഇവിടെ കൈ ഇടുക വരാൻ വേണം. ഇവിടെ കൈ വിട്ട് വരാൻ വേണം. മനസ്സിലായോ? ഒന്നുകൂടെ. അങ്ങനെ ഞാൻ പതുക്കെ അങ്ങു പൊന്നി ഇങ്ങോട്ട് പതുക്കെ എടുത്താൽ മതി. ഇങ്ങനെ കൈ എടുക്കല്ലേ. അപ്പോഴേ കൈയോടെ കൊണ്ടുവരാൻ പാടുള്ളൂ. മനസ്സിലായോ? ഒന്നുകൂടെ. 1 2 3 4 1 2 3 4. അതാണ്. ഒരു പ്രാവശ്യം കൂടെ പാടി ചെയ്യാം നമുക്ക്. റെഡി? പിടിക്കണ്ട. അങ്ങനെ എടുക്കാൻ പാടില്ല. പതുക്കെ എടുക്കാൻ പാടുള്ളൂ. പതുക്കെ എടുക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കുറച്ച് ചെറുതായിട്ട് മുട്ട് മടക്കി കൊടുത്താൽ അങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ചോളൂ.
അങ്ങനെ ഞാൻ അങ്ങു പോവാതിങ്ങനെ. നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ശരി, നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് പഠിച്ചു. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പാട്ട് നോക്കാം അല്ലേ? ഓക്കെ, നമുക്കിനി ഈ 2 ലൈനും കൂടെ ചേർത്ത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അങ്ങനെ ഞാൻ അങ്ങു പോവാതിങ്ങനെ. അങ്ങനെ ഞാൻ അങ്ങു പോവാതിങ്ങനെ. ഇങ്ങനേകം മനോരാജ്യം എങ്ങനെയെല്ലാം കേൾവി. മനസ്സിലായല്ലോ? ചെറിയ തൊള്ളിക്കരടെ പോകുന്നു കിട്ടുന്നു, കുഴപ്പമില്ല. നോക്കാം നമുക്ക്. അങ്ങനെ ഞാൻ അങ്ങു പോവാതിങ്ങനെ. അങ്ങനെ ഞാൻ അങ്ങു പോവാതിങ്ങനെ. ഇങ്ങനേകം മനോരാജ്യം. ഇവിടെ പോയി. ഇങ്ങനേകം മനോരാജ്യം എങ്ങനെയെല്ലാം കേൾവി. നമുക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുപോലെ പഠിച്ച സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും ഇടുന്നത്. കളി കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സിമ്പിളാണ്. ആദ്യമായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് ഈസിയായിട്ട് ചെയ്യാം. ഇത് കണ്ട് ചെയ്യും. അങ്ങനത്തെ രീതിയിലാണ് എടുക്കുന്നത്. ഞാൻ ഇത്രയും നേരം കണ്ടതിന്